ജന്മനായുള്ള ക്രിമിനലുകളെ പറ്റി ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. സാറ് പറഞ്ഞ മാതിരി ജയിലിൽ നിന്നും ഈ അടുത്ത കാലത്ത് പുറത്തു വന്നിട്ടുള്ള എല്ലാ ക്രിമിനൽസിന്റെ ലിസ്റ്റും ഉണ്ട്. അക്കൂട്ടത്തിൽ ഇതേ ജഡ്ജ് തന്നെ ജീവപര്യന്തത്തിന് വിധിച്ചിട്ട് ഈയിടെ ശിക്ഷ കഴിഞ്ഞിറങ്ങിയ ഒരുത്തനുമുണ്ട്. ഒരു പൊന്നൻ. എന്താവൻ? ഹി വാസ് എ കില്ലർ. ഭാര്യയെയും ഭാര്യയുടെ കാമുകനെയും കൊന്ന് സ്വന്തം കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞതായിരുന്നു അവന്റെ പേരിലുള്ള ചാർജ്. ഈ ജഡ്ജി തന്നെയായിരുന്നു ശിക്ഷിച്ചത്? അതെ സാർ, അത് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇവനിപ്പോ ഇറങ്ങിയിട്ട് എത്ര കാലമായി? ഒരു 6 മാസം. ഇപ്പൊ എവിടെ ഉണ്ട്? നാട്ടിലുണ്ട്. അഡ്രസ് എടുത്തിട്ടുണ്ട്. അപ്പോ അവനെ പൊക്ക. Come on. അവനിങ്ങോട്ട് കൊണ്ടോടും. നിങ്ങളങ്ങോട്ട് മാറിയുന്നേ. കൊല്ലം ജയിലിൽ കിടന്നു മര്യാദ പഠിച്ചില്ല. അയ്യോ പൊന്നു സാറേ, ഞാൻ ജയിലിൽ കിടന്നിട്ടില്ല. പിന്നെ നിന്റെ തന്തയുടെ തറവള്ളായിരുന്നോ എത്രയും കാലം? എന്റെ പൊന്നു സാറേ, ഞാൻ ജയിലിൽ കിടന്നിട്ടില്ല. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. പൊന്നൻ? അയ്യോ, ഞാനല്ല പൊന്നൻ. പിന്നെ നീ ആരാടാ? അവന്റെ അമ്മായിപ്പനാ? അല്ലേ, ഞാൻ പൊന്നന്റെ ഇപ്പോഴത്തെ ഭാര്യയുടെ. അതെന്താ, അവന് 2 ഭാര്യമാരുണ്ടോ? ഉണ്ടായിരുന്നു. ആദ്യത്തെ അവളെ കൊന്ന്. ഇത് ജയിലിൽ നിന്ന് വന്ന ശേഷമുള്ളതാ. അവളുടെ ഇപ്പോഴത്തെ ആളാണ്. നീയാണോടി അവന്റെ ഇപ്പോഴത്തെ കുറ്റി? എവിടെ നിന്നെ കെട്ടിയവൻ? ഏത് കെട്ടിയവൻ? പൊന്നൻ. അങ്ങേര് ചത്തിട്ട് 3 മാസമായി. എങ്ങനെ? നിങ്ങൾക്കല്ലേ അറിയാവൂ എങ്ങനെയാന്ന്. ജയിലിൽ കൊണ്ടിട്ട് ഇടിച്ച് ചോര തുപ്പിച്ചേച്ച് ചാവാറായപ്പോ ഇറക്കി വിട്ടേച്ച് ചോദിക്കാൻ വന്നിരിക്കുന്നു. മതിയാക്കടി. മോന്റെ ഒരു കത്ത് ഇന്നലെ സ്റ്റേറ്റ്സിൽ നിന്ന് വന്നിരുന്നു. ആരോ അവന് രൂമക്കത്ത് അയച്ചു കൊടുത്തിരിക്കുന്നു. നിന്നെപ്പറ്റിയും നമ്മളെപ്പറ്റിയും. കത്തിന്റെ കൂടെ അവൻ ആ കത്തും വെച്ചിട്ടുണ്ട്. മോൻ എന്താ എഴുതിയിരിക്കുന്നത്? അവൻ എഴുതിയിരിക്കുന്നത് ഒരു അൾട്ടിമേറ്റം മാതിരിയൊക്കെയാ. എന്താ എഴുതിയിരിക്കുന്നത്? അത് ഞാൻ ഈ ബന്ധം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നിടത്തോളം കാലം അവൻ നാട്ടിൽ വരത്തില്ല എന്നൊക്കെ പറഞ്ഞ. ഞാൻ നിങ്ങളുടെ ഫാക്ടറി മാനേജ് ചെയ്ത് മര്യാദയ്ക്ക് കഴിഞ്ഞോളുമായിരുന്നു. ബോംബെന്ന് വന്നതേ മണ്ടത്തരമായി. കാണിച്ചത് മുഴുവൻ മണ്ടത്തരം. അങ്ങനെയൊക്കെ തോന്നാൻ തക്കണം ഇവിടെ എന്തുണ്ടായി?
മനസ്സിന് ഒരു സ്വസ്ഥതയില്ല. എനിക്കിന്നലെ കൊച്ചണ്ണന്റെ ഒരു ഫോൺ ഉണ്ടായിരുന്നു. എന്താ? അത് പിന്നെ പതിവ് പോലെ ത്രട്ടനിങ്ങാ. രണ്ടുപേരെയും തട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞുള്ള ബഹളം. ഉള്ളി കുടിച്ചോണ്ട് എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് മൂത്തണ്ണൻ പിന്നെ ഇങ്ങനൊരു അനിയത്തിയില്ലാന്ന് എല്ലാരോടും പറഞ്ഞു കഴിഞ്ഞു. ചുരുക്കത്തിൽ ആരും ഇല്ലാതായി. ഞാനില്ലേ? ആരൊക്കെ മലമറിച്ചാലും ഞാൻ നിന്നെ വിടാൻ പോകുന്നില്ല. പോരെ? ഏതായാലും നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു, വീട്ടുകാരും അറിഞ്ഞു. ഇനിയിപ്പോ ഒളിക്കണ്ടല്ലോ മോന്റെ മുമ്പിൽ പോലും. അല്ലെങ്കിൽ ഇപ്പൊ വലിയ ഒളിപ്പല്ലേ? നേരെ എങ്ങോട്ടാ? എസ്റ്റേറ്റിലേക്ക്. ഇപ്പൊ തന്നെ അവിടെയാണെന്നല്ലേ വെപ്പ്?
17 ദിവസം കൊണ്ട് നിന്റെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു അറുതി വരും. അതിന് ഞാൻ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യണോ അമ്മേ? ഒന്നും ചെയ്യണ്ട. അഭിഷ്ടം സാധിച്ചു കഴിഞ്ഞാൽ 41 ദിവസം മുടങ്ങാതെ ശിവന്റെ അമ്പലത്തിൽ പോയൊന്ന് തൊഴുതോളൂ. ഓം അതിനത്ഭുത മധുരമയീ അമ്പ മായി 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 അതിനത്ഭുത മധുരമയീ അമ്പ മായി 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 അമ്പ മാതാ ദേവി മാതാ ജഗന്മാതാ സത്യദേവ മാതാ അമ്പ മാതാ ദേവി മാതാ ഇരിക്കൂ. മോനെ ദാ ഇതൂടെ. ഉഷേ എന്നിട്ടെന്താ മുന്നോട്ട് പോകുമ്പോഴും പിന്നോട്ട് നോക്കിക്കോണെന്നാ പറഞ്ഞേക്കുന്നേ. അപ്പൊ ഞാൻ മൂക്കും കുത്തി വല്ല കുഴിയിലോട്ട് ചെന്ന് വീണമെന്നായിരിക്കും തള്ളയുടെ ആഗ്രഹം. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റൊക്കെ വല്ല DSP ആയിട്ടോ DYSP ആയിട്ടോ ചേർന്നോളാൻ പറഞ്ഞല്ലോ. അവന്മാരുടെ ആഗ്രഹം ഞാൻ ചെന്ന് വല്ല കുഴിയിലും വീണമെന്നാ അല്ല. അയ്യോ അമ്മയെ പറ്റി അങ്ങനെയൊന്നും പറയാതെ. അവര് പറയണത് മുഴുവൻ അച്ചട്ടാ. ആഹാ ആ ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നോട്ട് നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നോളാം. പക്ഷെ എന്റെ പൊന്ന് സാർ ഒരു കാര്യം ചെയ്യൂ. ഈ കേസ് അന്വേഷിച്ച് തീരുന്നതുവരെ ഇതിന്റെ പേരും പറഞ്ഞ് കണ്ണിക്കണ്ട ജ്യോതിഷമാരുടെയും മന്ത്രവാദികളുടെ അടുത്തൊന്ന് പോകാതിരിക്കാവോ? അതൊക്കെ എന്റെ ഇഷ്ടമല്ലേ. ഹരിയേട്ടന് അതുകൊണ്ട് ശല്യമൊന്നുമില്ലല്ലോ. ശല്യമില്ല. എന്നാ പിന്നെ അത് കെയർ ചെയ്യണ്ട. ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്കിതിലൊക്കെ വിശ്വാസമാണ്. എന്റെ ജാതകത്തിൽ പറഞ്ഞിരുന്നതാ വരുന്ന ഭർത്താവ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കുമെന്ന്. വരലേ വരലേ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിച്ചിട്ട് ഒടുവിൽ വന്നതാരാ? ഉറങ്ങിയോ? ഇല്ല. ആ അമ്മ പറഞ്ഞത് ഓർത്തോണ്ട് കിടക്കുമായിരിക്കും അല്ലേ? ഈ രണ്ട് കേസുകളെയും കുവൈറ്റ് മണിയുടെയും ജഡ്ജിയുടെയും കോമൺ ഫാക്ടർ എന്താ? കോമൺ ഫാക്ടർ ആ ചൈരികൃഷ്ണൻ. അതൊന്ന്. ഇനിയൊന്ന്. പിന്നെന്താ? കൊല്ലപ്പെട്ട രണ്ടുപേരുടെയും പ്രായം. രണ്ടുപേരും മധ്യവയസ്കരാണ്. അതവർ രണ്ടാളും ഫ്രണ്ട്സ് ആയിരുന്നല്ലേ, അതുകൊണ്ട് തന്നെ ഒരു കോമൺ എനിമിക്ക്. അത് സമ്മതിച്ചു. ഒരു കോമൺ എനിമിയുടെ സാധ്യത റൂൾ ഔട്ട് ചെയ്യുന്നില്ല. എന്നാലും മധ്യവയസ്സുള്ള ഒരാൾ മരിച്ചാൽ അയാളുടെ വായിൽ ചകിരി അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റൊരു ഇൻസൾട്ടിംഗ് സാധനം കയറ്റി വെക്കുന്നത് ആരായിരിക്കും? ഒന്നുകിൽ ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ ഒരു ശത്രു. പിന്നെ മധ്യവയസ്സുള്ള ഒരാളെ കാണുമ്പോ ദേഷ്യം തോന്നുന്ന ഒരു വ്യക്തിക്ക് എന്ത് പ്രായം കാണും? മിക്കവാറും അയാൾ ഒരു ചെറുപ്പക്കാരനായിരിക്കും. അയാൾക്കങ്ങനെ തോന്നാൻ കാരണം ഒരുപക്ഷെ സ്വന്തം അച്ഛനോടുള്ള എന്തെങ്കിലും വൈരാഗ്യമായിരിക്കണം. സാറിന് സൈക്കോളജിയിൽ ഒരു MA ഉള്ളതുകൊണ്ട് എന്ത് പറഞ്ഞാലും ഞങ്ങളങ്ങ് വിഴുങ്ങിക്കോളൂ എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയല്ല ഹരിയേട്ടാ, എനിക്ക് തോന്നുന്നത് ഈ രണ്ടു കൊലയും ഒരാൾ തന്നെയാണ് ചെയ്തതെങ്കിൽ. ഒരാൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, അതിൽ സംശയമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഒന്നാമതാ ചെയ്തയാൾ നോർമൽ അല്ല. ബുദ്ധിഭ്രമം പോലെ എന്തെങ്കിലും ബാധിച്ചിട്ടുള്ള ഒരാളിന് മാത്രമേ ഇത്ര കണ്ണിങ് ആയിട്ടും ക്രൂവലായിട്ടും ഇത് ചെയ്യാനൊക്കൂ. അതായത് ഒരു സൈക്കോപാത്തിന്. സ്വന്തം അച്ഛനോട് ഒടുങ്ങാത്ത വൈരാഗ്യം തോന്നി അത് വളർന്ന് ബുദ്ധിയുടെ സമനില തെറ്റിയ ഒരാളാണ് അയാളെന്ന് വെക്കുക. അച്ഛന്റെ മുമ്പിൽ ഒന്നും ചെയ്യാൻ ശേഷിയില്ലാത്ത മകൻ, എന്നാൽ വൈരാഗ്യമുണ്ട്. ആ വൈരാഗ്യം അച്ഛന്റെ പ്രായത്തിലുള്ള മധ്യവയസ്കരെ കാണുമ്പോൾ അവരിലൂടെ തീർക്കുകയാണെന്ന് കരുതിയാലോ? ഇറ്റ്സ് എ ജെന്യുവൻ പോയിന്റ്. അങ്ങനെ ആകാം. പക്ഷേ ഇത് എവിടെ പിടിച്ച് തുടങ്ങണമെന്നാണ് പിടികിട്ടാത്തത്. എന്തെങ്കിലും ഒരു തുരുമ്പി പിടികിട്ടിരുന്നെങ്കിൽ അതേ പിടിച്ച് ഞാൻ കയറി പോകായിരുന്നു. ഈ പുലിവാൽ ഐറ്റം മുഴുവൻ നമ്മുടെ തലയിൽ തന്നെ വന്ന് കയറുകയും ചെയ്യും. അത് ഹരിയേട്ടന്റെ എഫിഷ്യൻസി ഉണ്ടല്ലേ. ആ എന്താ? നിന്റെ ആ അമ്മ പറഞ്ഞ പോലെ പുറകോട്ട് നോക്കിക്കൊണ്ട് മുമ്പോട്ട് പോയാലോ? എങ്ങനെ? പുറകോട്ട് ഭൂതകാലത്തിലേക്കൊന്ന് ഇറങ്ങി തപ്പിയാലോ? ആരുടെ? കൊല്ലപ്പെട്ടവരുടെയോ? അല്ല, ഈ കൊലപാതകത്തിന്റെ. ആരാ? ജോയല്ലേ? എന്താ ഉറങ്ങിയോ? പിന്നെ നമ്മുടെ ആ കേസിന്റെ പാറ്റേണിൽ മുമ്പ് എപ്പോഴെങ്കിലും ഒരു മർഡർ നടന്നിട്ടുണ്ടോ എന്നൊന്ന് അറിയണമല്ലോ. അതെ, ഇതേ പാറ്റേണിൽ ഡെഡ് ബോഡിയുടെ പരിസരത്ത് നിന്ന് ഒരു കഷ്ണം ചകിരിയോ അല്ലെങ്കിൽ തൊണ്ടോ മറ്റോ കിട്ടിയ ഇൻസിഡന്റ്. എത്ര പുറകോട്ട് പോയാലും സാരമില്ല,
പക്ഷെ ഒന്ന് സ്പീഡപ്പ് ചെയ്യണം. മറ്റന്നാളെങ്കിലും എനിക്ക് റിപ്പോർട്ട് കിട്ടിയാൽ നന്നായിരുന്നു. ഓക്കെ, ട്രീറ്റ് ഇറ്റ് ആസ് വെരി വെരി അർജന്റ്. ഗുഡ് നൈറ്റ്. എന്തൊക്കെ പരിഹസിച്ചാലും ഇപ്പൊ ആ സ്ത്രീ പറഞ്ഞ വഴിക്കാണ് ഒരു സ്റ്റെപ്പ് എടുത്തത്. പിന്നല്ലേ